പെസഹകാലം 2-ാം വാരം ചൊവ്വ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നിക്കോദെമോസിനോട് അരുൾ ചെയ്തു, മോശ വഴി മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം തിരുവചനം. തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ കർത്താവ് അവർക്ക് ഭക്ഷിക്കുവാൻ മന്ന കൊടുത്തു. അവർ അക്ഷമരായി ദൈവത്തിനും മോശയ്ക്കുമെതിരായി പിറുപിറുത്ത് പാപം ചെയ്തു. പാപത്തിന് ശിക്ഷയായി വന്ന ആഗ്നേയ സർപ്പങ്ങളുടെ ദംശനമേറ്റ് അനേകർ മരിച്ചു. ശിക്ഷ കിട്ടിയ ജനം കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ആവശ്യപ്പെട്ടതനുസരിച്ച് മോശ പിത്തള സർപ്പത്തെ ഉയർത്തി. പിത്തള സർപ്പത്തെ നോക്കിയവർക്ക് ജീവൻ തിരിച്ചു കിട്ടി. യേശയ്യ പ്രവചിച്ചതുപോലെ കർത്താവിൻ്റെ ചിന്തകൾ നമ്മുടേതുപോലെ അല്ല, കർത്താവിൻ്റെ വഴികളും നമ്മുടേതുപോലെ അല്ല. സർപ്പം വഴി ആദ്യ മാതാപിതാക്കന്മാരിലൂടെ പാപവും മരണവും വന്നുവെങ്കിൽ ഇപ്പോൾ സർപ്പ ദർശനം വഴി നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു കിട്ടുകയാണ്. മരം വഴി പാപം കടന്നു വന്നുവെങ്കിൽ കുരിശുമരം വഴി പാപമോചനവും രക്ഷയും നമുക്ക് ലഭിക്കുകയാണ്. അതിനാൽ അവിടുന്ന് അരുൾ ചെയ്തു, ഞാൻ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ഞാൻ ആകർഷിക്കും.